വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു കുക്കിംഗ് ചാനലല്ല, എന്നാലും നമുക്കൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമല്ലേ. അതിനിപ്പോൾ ഉള്ളി, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാം. കുറച്ച് ക്രാബ് ആകാശം കൊണ്ടുവന്ന് നല്ല അടിപൊളി ഞണ്ട്. ഒരു ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ച് കറിവേപ്പില ഇടാം. നല്ല രസമുള്ള സൗണ്ട് കേൾക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. പച്ചമുളക് ഇട്ട് നല്ല വഴറ്റി പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല രസമല്ലേ കാണാൻ, ഇതിങ്ങനെ വഴന്ന് വരുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇടാം. നേരത്തെ പറയാൻ പറഞ്ഞത് അല്ലേ, ചെറിയ ഉള്ളി ഇടാം. പിന്നെ അതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിടാം. സവാള ഇട്ട് അതെല്ലാം ഒന്ന് വഴറ്റി അതൊന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക്. സവാള പെട്ടെന്ന് വഴറ്റാൻ കുറച്ച് ഉപ്പിടാൻ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് വേഗം ഇതായി കിട്ടും. നല്ലോണം ഒന്ന് വഴറ്റി ഇളക്കിയെടുക്കുക. അതിനൊരു തക്കാളി ഇടാം. തക്കാളി ഒന്ന് വഴറ്റി സെറ്റാക്കി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ, ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാൻ. പൊടികളൊക്കെ നിങ്ങളെടുക്കുന്ന ക്രാബിനും നിങ്ങളെടുക്കുന്ന മസാലക്കോ ആവശ്യത്തിനുള്ള നിങ്ങൾ ഈ കുത്തിക്കനുസരിച്ച് ചേർക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. അതിൻ്റെ അളവൊന്നും ഇല്ല, എനിക്ക് തോന്നിയ പോലെ ചെയ്യാം. മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ചിടാം. ഞാൻ നേരത്തെ സവാള സോട്ട് ചെയ്യാൻ മാത്രം കുറച്ച് ഉപ്പ് ഇട്ടതല്ലേ ഉള്ളൂ. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. അതൊന്ന് വഴറ്റി സെറ്റാകുമ്പോഴത്തേക്ക് നമുക്കതിൽ നമ്മൾ കഴുകി വെച്ച ക്രാബിട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. ഇതിന് വേണ്ടിയിട്ട് ക്രാബ് ആകുമ്പോഴേക്കും ചപ്പാത്തി വരത്തുന്നുണ്ട്. ഇനി ഉണ്ടാകുമ്പോഴത്തേക്കും ചപ്പാത്തി റെഡിയാകുമോ എന്തോ. നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് രണ്ടാളും. നമുക്കിത് ഡബിൾ പണിയാവുന്നതാണ് തോന്നുന്നു. ഏതപ്പനുണ്ട് ചപ്പാത്തി പരത്തുന്നത്. ഇത് ചപ്പാത്തി പരത്തുന്നതാണോ അതോ കോൽക്കളിയാണോ? അമ്മ അതിനിടയ്ക്ക് സഹായിക്കൊക്കെ പോകുന്നുണ്ട്. മോനെ ഇങ്ങനെയല്ല, മോനെ ഇങ്ങനെ പരത്തും. മറ്റേ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാവും. ചപ്പാത്തിയല്ല, ഇതിപ്പോൾ ചപ്പാത്തി പേസ്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. രണ്ടും പോക്കിരികളാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോഴത്തേക്ക് അവർക്കും അത് ചെയ്യണം. പിന്നെ രസമല്ലേ, കുട്ടികളെ കളിയാണ്. ഇവൻ്റെ ചപ്പാത്തി ഇന്നൊന്നും ആവില്ല. കറിയാകുമ്പോഴത്തേക്ക് രണ്ടിനെയും ചപ്പാത്തി പരത്തിൽ കയ്യോ ആവും. ഒരു ചെറിയ കഷ്ണം വെച്ചിട്ടിരിക്കുന്നതൊക്കെ എത്ര സമയമായി. മാധു കിട്ടിയതു. മാധു ഈ പരിപാടി മതിയാക്കി തോന്നുന്നു. ഇവരെ ചപ്പാത്തി പരത്തൽ കലാപരിപാടി കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്കൊന്ന് പരത്തിയെടുക്കാൻ. അതെന്താവോ എന്തോ. മോനെ ഇങ്ങനെ പരത്തോ, ഇനി പരത്തോ. നല്ല പരത്തലാണ്. കുട്ടികളങ്ങോട്ട് മാറി നിൽക്കൂ, കറി റെഡിയാക്കട്ടെ. നമ്മളെ ക്രാബ് റോസ്റ്റ് ഇതാ റെഡിയായി ഗൈസ്. നല്ല ചൂടാവി പറക്കുന്ന ക്രാബ് റോസ്റ്റ് എങ്ങനെയുണ്ട്? ചപ്പാത്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെ എനിക്ക് കഴിക്കാം. പിന്നെ ചേട്ടന് കൊടുക്കാത്തത് വിഷമമുള്ള ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ആകാശിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.